സൗദി അറേബ്യ ഞെട്ടി നിൽക്കുകയാണ്. വാഷിംഗ്ടണിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ ചർച്ചകൾ കൊഴുക്കുകയാണ്. ആഗോള എണ്ണ വിപണിയിൽ ആരും പ്രതീക്ഷിക്കാത്തൊരു വമ്പൻ തിരിച്ചടിക്കാണ് ഇന്ത്യ തുടക്കമിട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധകാഹളം മുഴങ്ങുമ്പോൾ, ഹോർമുസ് കടലിടുക്കിൽ ടാങ്കറുകൾ തടയപ്പെടുമ്പോൾ ലോകം ചോദിക്കുന്നത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ: ഇന്ത്യ ഇനി എന്ത് ചെയ്യും? അതിനുള്ള ഉത്തരം വളരെ ലളിതമായിരുന്നു. പക്ഷേ അത് തകർത്ത് കളഞ്ഞത് വർഷങ്ങളായിട്ടുള്ള വിപണി സമവാക്യങ്ങളെയാണ്. വെറും ഒരു കച്ചവടമല്ല, ഇത് ഒരു വമ്പൻ ഓയിൽ സർപ്രൈസ് ആണ്. 9 മാസമായി ഒരു തുള്ളി എണ്ണ നൽകാതിരുന്ന ഒരു രാജ്യം ഒറ്റ മാസം കൊണ്ട് സൗദിയെയും അമേരിക്കയെയും പിന്തള്ളി ഇന്ത്യയുടെ 3ാമത്തെ വലിയ വിതരണക്കാരായി മാറിയിരിക്കുന്നു. അതെ, വെനസ്വേലയുടെ അവിശ്വസനീയമായിട്ടുള്ള തിരിച്ചുവരവിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിന് പിന്നിലെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് ആരാണ്? ഇന്ത്യൻ റിഫൈനറികൾ എങ്ങനെയാണ് ലോകത്തെ പ്രമുഖ എണ്ണ രാജാക്കന്മാരെ വെല്ലുവിളിക്കുന്നത്? മുൾമുനയിൽ നിർത്തുന്ന ആവേശകരമായ ഈ എണ്ണ രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ലോകം ഇന്നൊരു സാമ്പത്തിക യുദ്ധക്കളത്തിലാണ്. നമ്മുടെ പെട്രോൾ വില കൂടുന്നു, LPG കിട്ടാതെയാകുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ റഷ്യ യുക്രൈൻ യുദ്ധം ഇന്നും അവസാനിച്ചിട്ടില്ല. അതിനിടയിലാണ് പശ്ചിമേഷ്യൻ ഇറാൻ ഇസ്രയേൽ സംഘർഷമൊക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നത്. ലോകത്തെ എണ്ണയുടെ സിംഹഭാഗവും കടന്നു പോകുന്ന ഹോർമോസ് കടലിടുക്കിൻ്റെ അവസ്ഥ, സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ്, ഏത് നിമിഷവും ഇപ്പോഴും ഒരു ചോദ്യചിഹ്നത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ നമ്മുടെ രാജ്യം ഇന്ത്യ വേറെ ഇരിക്കുന്നില്ല. കെപ്ലറിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പരിശോധിച്ചാൽ ആർക്കും തല കറങ്ങും. മെയ് മാസത്തിൽ ഇന്ത്യയിലേക്കുള്ള വെനസ്വേലിയൻ എണ്ണയുടെ വരവ് പ്രതിദിനം 4,17,000 ബാരലായി ഉയർന്നിരിക്കുന്നു. ഏപ്രിലിൽ ഇത് വെറും 2,83,000 ബാരൽ മാത്രമായിരുന്നു. നോക്കൂ, 9 മാസത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഒരു രാജ്യം എങ്ങനെയാണ് ഇത്രയും വലിയ കുതിച്ചുചാട്ടം നടത്തുന്നത്? ഇത് വെറും ഒരു യാദൃച്ഛികതയല്ല, ഇത് ഇന്ത്യയുടെ കൃത്യമായ എനർജി നയതന്ത്രം തന്നെയാണ്. വർഷങ്ങളായി ഇന്ത്യയുടെ വിശ്വസ്തരായ പങ്കാളികളായിരുന്നു സൗദി അറേബ്യയും അമേരിക്കയും. എന്നാൽ ഇത്തവണ ഇന്ത്യ അവരെ തീർച്ചയായും പിന്നിലാക്കി. എന്തുകൊണ്ടായിരിക്കും? സൗദി അറേബ്യ തങ്ങളുടെ എണ്ണയ്ക്ക് വലിയ തോതിൽ പ്രീമിയം വില ഈടാക്കാൻ ശ്രമിച്ചു. വിപണിയിൽ ഡിമാൻഡ് കൂടുമ്പോൾ വില കൂട്ടി ലാഭം കൊയ്യാനായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ ഡിമാൻഡ് ഉള്ളത് തങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് വില നിശ്ചയിക്കുന്നത് നിങ്ങളല്ല, ഞങ്ങളായിരിക്കുമെന്ന ബോൾഡ് ആയിട്ടുള്ള നിലപാടാണ് ഇന്ത്യ ഇവിടെ സ്വീകരിച്ചത്. സൗദിയിൽ നിന്നുള്ള ഇറക്കുമതി ഏപ്രിലിലെ 6,70,000 ബാരലിൽ നിന്നും പകുതിയായി കുറച്ച് 3,40,000 ബാരലാക്കി ഇന്ത്യ ചുരുക്കി. അപ്പോൾ അമേരിക്കയുടെ കാര്യം എടുത്തു നോക്കിയാൽ അവരുടെ എണ്ണയും ഇന്ത്യക്ക് ചെലവേറിയതായി മാറി. അപ്പോൾ ചിലവേറുന്നതിനനുസരിച്ച് ഇന്ത്യ ഫസ്റ്റ് എന്ന നയമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ഇവിടെയാണ് വെനസ്വേല എന്ന ഡിസ്കൗണ്ട് രാജാവ് രംഗപ്രവേശനം ചെയ്യുന്നത്. വെനസ്വേലിയൻ ക്രൂഡ് മറ്റ് ആഗോള ഗ്രേഡുകളേക്കാൾ വില കുറഞ്ഞതാണ്. കയ്യിലുള്ള കാശ് ലാഭിക്കാൻ വേണ്ടി ഇന്ത്യൻ കമ്പനികൾക്ക് ഇതിലും നല്ലൊരു ഓപ്ഷൻ വേറെ ഇല്ലായിരുന്നു. വെനസ്വേലിയൻ എണ്ണ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയില്ല. അത് വളരെ കടുപ്പമേറിയതും സൾഫർ കൂടുതലുള്ളതുമാണ്. എന്നാൽ ഇന്ത്യക്ക് ഒരു രഹസ്യ ആയുധമുണ്ട്: റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ജാംനഗർ റിഫൈനറി. ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി സമുച്ചയമാണിത്. വളരെ സങ്കീർണമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏത് ചവർ എണ്ണയെയും ശുദ്ധമായ പെട്രോളും ഡീസലുമാക്കി മാറ്റാൻ ഇവർക്ക് സാധിക്കും. അപ്പോൾ വെനസ്വേലയിൽ നിന്നും വരുന്ന ഹെവി ക്രൂഡ് ജാംനഗറിലെ റിലയൻസ് പ്ലാന്റുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ്. റിലയൻസിനെ പോലെയുള്ള സ്വകാര്യ റിഫൈനറികൾ വെനസ്വേലൻ എണ്ണയിൽ ലാഭം കാണുമ്പോൾ അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കാണ് ഗുണകരമാകുന്നത്. ഹോർമോസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ കാരണം ഇറാഖിൽ നിന്നുള്ള എണ്ണവരവ് കുത്തനെ ഇടിഞ്ഞു, അറിയാമല്ലോ. അപ്പോൾ ഫെബ്രുവരിയിൽ ഏകദേശം 9,69,000 ബാരൽ നൽകിയിരുന്ന ഇറാഖ് ഇപ്പോൾ നൽകുന്നത് വെറും 51,000 ബാരൽ മാത്രമാണ്. ആ വ്യത്യാസം നോക്കാം. അപ്പോൾ ഇറാന്റെ കാര്യമാണെങ്കിൽ അതിലും കഷ്ടമാണ്. അമേരിക്കൻ ഉപരോധങ്ങൾക്കിടയിലും ഏപ്രിലിൽ ഇന്ത്യ ഇറാനിൽ നിന്നും എണ്ണ വാങ്ങിയിരുന്നു. ഏകദേശം 7 വർഷത്തിന് ശേഷമായിരുന്നു ആ നീക്കം. എന്നാൽ കടൽ മാർഗമുള്ള ഉപരോധം ശക്തമായതോടെ മെയ് മാസത്തിൽ ഇറാനിൽ നിന്നും ഒരു തുള്ളി പോലും എത്തിയിട്ടില്ല. അപ്പോൾ ഈ തടസ്സങ്ങളെല്ലാം ഇന്ത്യ നേരത്തെ പ്രവചിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ വെനസ്വേലൻ സർക്കാരിനോട് സംസാരിച്ച് ചാനലുകളൊക്കെ തുറന്നത്. ഇത് വെറും ഒരു ക്രയവിക്രയമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ ചെസ് കളിയാണ്. വെനസ്വേല 3ാം സ്ഥാനത്തേക്ക് എത്തിയെങ്കിലും 1ഉം 2ഉം സ്ഥാനങ്ങളിൽ ഇപ്പോഴും റഷ്യയും US-ഉമാണ്. യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ പങ്കാളിയായി മാറി. പാശ്ചാത്യ രാജ്യങ്ങളുടെ കണ്ണുരുട്ടലുകൾ വകവയ്ക്കാതെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയ നമ്മുടെ ഇന്ത്യയുടെ നടപടി ചരിത്രപരമായ ഒന്നായിരുന്നു. മെയ് മാസത്തിലും റഷ്യ തന്നെയാണ് ഇന്ത്യയുടെ 1ാം നമ്പർ വിതരണക്കാർ. എന്നാൽ വെനസ്വേലയുടെ വളർച്ചാ നിരക്ക് നോക്കിയാൽ അധികം വൈകാതെ റഷ്യയ്ക്ക് പോലും വെനസ്വേല ഒരു വെല്ലുവിളി ആയേക്കാം. ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഉപഭോക്താവ് എന്ന നിലയിൽ
ഇന്ത്യ എടുക്കുന്ന ഓരോ തീരുമാനവും ആഗോള വിലയെ തന്നെ ബാധിക്കും. ഇന്ത്യ വാങ്ങൽ കുറച്ചു കഴിഞ്ഞാൽ സൗദിക്ക് വില കുറയ്ക്കേണ്ടി വരും. ഇന്ത്യ വെനസ്വേലയിലേക്ക് തിരിഞ്ഞാൽ അത് അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പാണ്. അങ്ങനെ എല്ലാം ഒരു ചരടുവലിയിൽ നിൽക്കുകയാണ്. എല്ലാം ചരട് വലിക്കുന്നതും നമ്മുടെ ഇന്ത്യയാണ്. ഞങ്ങൾ ഒരു രാജ്യത്തിന്റെ ഈ തടവുകാരല്ല എന്ന സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ, എനർജി സെക്യൂരിറ്റി ഉറപ്പാക്കാനായി ഏത് രാജ്യത്തു നിന്നും എണ്ണ വാങ്ങാനുള്ള ആർജവം ഇന്ത്യ കാണിക്കുന്നുണ്ട്. പണ്ട് ഉപരോധങ്ങളെ ഭയപ്പെട്ടിരുന്ന ഇന്ത്യ ഇന്ന് സ്വന്തം നിയമങ്ങളാണ് നിർമ്മിക്കുന്നത്. അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ട്രെൻഡ് തുടർന്നു കഴിഞ്ഞാൽ വരുന്ന മാസങ്ങളിൽ എണ്ണ വിപണിയിൽ വലിയ മാറ്റങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ സൗദി അറേബ്യ ഇന്ത്യ തിരിച്ചു പിടിക്കാൻ വേണ്ടി വില കുറയ്ക്കുമോ? അമേരിക്ക വെനസ്വേലയ്ക്ക് മേൽ വീണ്ടും കടുത്ത ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തുമോ? ഇന്ത്യൻ റിഫൈനറികൾ വെനസ്വേലൻ ബന്ധം ഇനിയും ശക്തമാക്കുമോ? കാത്തിരുന്ന് കാണേണ്ട ഒരു സസ്പെൻസ് ത്രില്ലറായി ഇത് മാറിക്കഴിഞ്ഞു. ഇന്ത്യയുടെ ഈ പുതിയ ഓയിൽ മൂവ് ഒരു ആഗോളതലത്തിൽ ഇന്ത്യയെ ഒരു സൂപ്പർ പവറാക്കി മാറ്റുന്നതിന്റെ ലക്ഷണമാണ്. ഇപ്പോൾ സൂപ്പർ പവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. വെനസ്വേലൻ ക്രൂഡിന്റെ ഈ കടന്നുവരവ് വെറും ഒരു മെയ് മാസത്തെ അത്ഭുതമായി അവസാനിക്കില്ല. അതോ ആഗോള ഊർജ്ജ ഭൂപടത്തിൽ ഇന്ത്യയുടെ പുതിയൊരു അപ്രമാദിത്വത്തിന്റെ തുടക്കമായിരിക്കും ഇത്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?